ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് സ്വഹാബിമാരിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ഈ ഖബറിൽ വിജയിക്കണം. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഖബർ ഇങ്ങനെ ഇടുക്കുന്നത് പോലെയാണ് സ്വപ്നം കണ്ടത്. ഞാൻ വളരെയധികം പേടിച്ചു പോയി നബിയെ. ആ സമയത്ത് എനിക്ക് ഈ ഖബറിൻ്റെ അദാബിനെ തൊട്ട് രക്ഷ കിട്ടണം എന്നെനിക്ക് തോന്നി. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. മാമിൻ മുഅ്മിനിൻ അദ്ഖല സുറൂറൻ ഇല്ലാ ഖലഖല്ലാഹു തആല മിൻ ദാലിക സുറൂരി മലക. നീ ഒരു കാര്യം ചെയ്യും, ഖബറിൻ്റെ അദാബിനെ തൊട്ട് രക്ഷ കിട്ടാൻ ഇന്ന് തന്നെ നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇത് പറയുമ്പോൾ എൻ്റെ ഉമ്മമാരെ, നിങ്ങൾക്കും ഉപ്പമാരെ, നിങ്ങൾക്കും ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇതേ കാര്യം തന്നെ നബി തങ്ങൾ പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അടുക്കൽ ചെല്ലുക. ഒരു സത്യവിശ്വാസി, ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ്റെ അടുക്കൽ ചെല്ലുക. എന്നിട്ട് അയാൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം നീ ചെയ്യുക, അല്ലെങ്കിൽ പറയുക. സന്തോഷമുണ്ട്. അതിപ്പോൾ വസ്ത്രം കൊടുക്കലാവട്ടെ, ഭക്ഷണം കൊടുക്കലാവട്ടെ, പൈസ കൊടുക്കലാവട്ടെ, നല്ല വാക്ക് പറയലാവട്ടെ. അപ്പോൾ അയാൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യുക. അങ്ങനെ ചെയ്താൽ ആ സന്തോഷത്തിൽ നിന്നും ഇല്ലാ ഖലഖല്ലാഹു തആല മിൻ ദാലിക സുറൂരി മലക, ആ സന്തോഷത്തിൽ നിന്നും അല്ലാഹു തആല ഒരു മലക്കിനെ സൃഷ്ടിക്കുമെന്നാണ്. ഒരാൾക്കൊരു സന്തോഷമുണ്ടാകുന്ന കാര്യം ചെയ്താൽ ആ സന്തോഷത്തിൽ നിന്നും അല്ലാഹു ഒരു മലക്കിനെ സൃഷ്ടിക്കും. എന്നിട്ട് ആ മലക്കിൻ്റെ ജോലി എന്താ? ഈ സന്തോഷിക്കാൻ കാരണക്കാരായ ആളുണ്ടല്ലോ, ആ നമ്മളാണല്ലോ ഒരു സന്തോഷത്തിൻ്റെ വാക്ക് പറഞ്ഞത്. അപ്പം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ആ മലക്ക് ഒരുപാട് തക്ബീറുകൾ, തഹ്ലീലുകൾ, സ്വലാത്തുകൾ, ദിക്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഖബറാകുന്ന ലോകത്ത് കഴിയുമ്പോൾ ആ മലക്ക് അവിടെ വരും. ആ മലക്ക് വന്നിട്ട് ചോദിക്കും, ഫയഖൂലു ലഹു അതഅരിഫൂനി, എന്നെ അറിയോ? അപ്പോൾ ആ മനുഷ്യൻ പറയും, എനിക്കറിയില്ല. മൻ അന്ത, നീ ആരാൻ? ആ സമയത്ത് ആ മലക്ക് പറയും, ഞാൻ ഇന്നാലിന്ന വ്യക്തിയെ നീ സന്തോഷിപ്പിച്ചില്ലേ, ആ സന്തോഷമാണ് ഞാൻ. അള്ളാഹു എന്നെ ഒരു മലക്കിൻ്റെ രൂപത്തിലാക്കി. അതുകൊണ്ട് നിനക്കിനി ഒരു പ്രയാസവുമില്ല, ഒരു പ്രശ്നവുമില്ല. നിനക്ക് ഈ ഖബറാകുന്ന ലോകത്ത് സന്തോഷമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക.